1947 സ്വാതന്ത്ര്യം നേടിയ സമയത്ത് പ്രധാനമായും കാർഷിക മേഖലയെ ആശ്രയിച്ചിരുന്ന ദാരിദ്ര്യവും ഭക്ഷ്യക്ഷാമവും വ്യാവസായിക പിന്നോക്കാവസ്ഥയും നേരിട്ടിരുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. 8 പതിറ്റാണ്ടുകൾക്കിപ്പുറം ലോകത്തിലെ പ്രധാനവും അതിവേഗം വളരുന്നതുമായ സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഈ മാറ്റത്തിന് പിന്നിൽ നിരവധി സാമ്പത്തിക പരിഷ്കാരങ്ങളും നയപരമായ തീരുമാനങ്ങളും നിർണായക പങ്കുവഹിച്ചു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്തെ സാമ്പത്തിക ചൂഷണത്തിന്റെ അനുഭവങ്ങൾ ശക്തമായ സർക്കാർ നിയന്ത്രണമുള്ള സാമ്പത്തിക മാതൃക സ്വീകരിക്കാൻ കാരണമായി. വ്യാവസായികവൽക്കരണവും സ്വയം പര്യാപ്തതയുമായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ. 1951 പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കമായി. കാർഷികം, ജലസേചനം, വൈദ്യുതി, ഗതാഗതം, അണക്കെട്ടുകൾ, വൻകിട വ്യവസായങ്ങൾ തുടങ്ങിയ മേഖലകളുടെ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകി. 1951 വ്യവസായ വികസന നിയന്ത്രണ നിയമത്തിലൂടെ വ്യവസായ സ്ഥാപനങ്ങളുടെ ലൈസൻസിംഗും നിക്ഷേപത്തിലും സർക്കാരിന്റെ നിയന്ത്രണം ശക്തമായി. ഈ കാലഘട്ടത്തിൽ സ്റ്റീൽ പ്ലാന്റുകൾ, വൈദ്യുതി നിലയങ്ങൾ, അണക്കെട്ടുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയവ രാജ്യത്തിന്റെ വ്യവസായിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. 1950 മുതൽ 1970 വരെയുള്ള കാലത്ത് സമ്പദ് വ്യവസ്ഥകളിൽ പൊതുമേഖലയുടെ പങ്ക് വലിയ തോതിൽ വർദ്ധിച്ചു. ബാങ്കിംഗ്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളെ പൊതു നിയന്ത്രണത്തിലാക്കുന്നത് സാമ്പത്തിക സേവനങ്ങൾ സാധാരണ ജനങ്ങളിലേക്കും ഗ്രാമീണ മേഖലയിലേക്കും എത്തിക്കാൻ സഹായിക്കുമെന്നായിരുന്നു അന്നത്തെ സമീപനം. 1956 ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച് LIC രൂപീകരിച്ചു. 1969 14 പ്രധാന വാണിജ്യ ബാങ്കുകളും 1980 6 ബാങ്കുകളും ദേശസാൽക്കരിച്ചു. 1972 പൊതുവായ ഇൻഷുറൻസ് മേഖലയുടെയും ദേശസാൽക്കരണം നടന്നു. ഇതോടെ കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും ബാങ്കിംഗ് സേവനങ്ങളും വായ്പാ സൗകര്യങ്ങളും കൂടുതൽ ലഭ്യമാകാൻ തുടങ്ങി. ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ മറ്റൊരു നിർണായക അധ്യായമാണ് ഹരിത വിപ്ലവം. 1960-70 കാലഘട്ടത്തിൽ ഉയർന്ന ഉൽപാദനശേഷിയുള്ള വിത്തുകൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, ആധുനിക കൃഷിരീതികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇതിന്റെ സ്വാധീനം കൂടുതൽ പ്രകടമായത്. ഗോതമ്പ്, അരി തുടങ്ങിയ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വേഗത്തിൽ ഉയർന്നു. ഭക്ഷ്യക്ഷാമം നേരിട്ടിരുന്ന ഇന്ത്യ പിന്നീട് ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങി. എന്നാൽ ജലവിഭവങ്ങളുടെ അമിത ഉപയോഗവും രാസവളങ്ങളുടെ അമിത ആശ്രയവും പോലുള്ള പാരിസ്ഥിതിക വെല്ലുവിളികളും പിന്നീട് ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ. കടുത്ത വിദേശ നാണയ പ്രതിസന്ധിയും സാമ്പത്തിക സമ്മർദ്ദവും നേരിട്ട സാഹചര്യത്തിൽ നരസിംഹറാവു സർക്കാരാണ് വ്യാപകമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടത്. അന്നത്തെ ധനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ വ്യവസായ ലൈസൻസിംഗ് നിയന്ത്രണങ്ങൾ കുറച്ചു. ഇറക്കുമതി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി. വിദേശ നിക്ഷേപത്തിന് കൂടുതൽ അവസരങ്ങൾ തുറന്നു. ഇതോടെ സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചു. വിദേശ നിക്ഷേപം വർദ്ധിക്കുകയും വ്യാപാരം വികസിക്കുകയും സേവന മേഖലയ്ക്കും വിവരസാങ്കേതിക വിദ്യാ മേഖലയും അതിവേഗം വളരുകയും ചെയ്തു. ഇന്ത്യൻ കമ്പനികൾക്ക് ആഗോള വിപണിയിൽ കൂടുതൽ മത്സരിക്കാൻ അവസരവും ലഭിച്ചു. 1990 സെബി രൂപീകരിച്ചതോടെ രാജ്യത്തെ മൂലധന വിപണിക്ക് കൂടുതൽ നിയന്ത്രണവും സുതാര്യതയും ലഭിച്ചു. നിക്ഷേപകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലും ഓഹരി വിപണിയിലെ ക്രമക്കേടുകൾ നിയന്ത്രിക്കുന്നതിലും സെബി പ്രധാന പങ്കുവഹിച്ചു. 2017 ചരക്ക് സേവന നികുതി അഥവാ GST നടപ്പാക്കിയതോടെ ഇന്ത്യയുടെ പരോക്ഷ നികുതി സംവിധാനത്തിൽ വലിയ മാറ്റമുണ്ടായി. വിവിധ കേന്ദ്ര സംസ്ഥാന നികുതികൾക്ക് പകരം ഏകീകൃത നികുതി സംവിധാനമാണ് നിലവിൽ വന്നത്. രാജ്യത്തെ ഏകീകൃത വിപണിയാക്കാനും ചരക്കുകളുടെ സംസ്ഥാനാന്തര നീക്കം എളുപ്പമാക്കാനും ഇത് സഹായിച്ചു. സമീപകാലത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യ വലിയ പങ്കുവഹിച്ചു. ഡിജിറ്റൽ തിരിച്ചറിയൽ, ബാങ്കിംഗ് സേവനങ്ങളുടെ വ്യാപനം, മൊബൈൽ സാങ്കേതിക വിദ്യ, തൽക്ഷണ ഡിജിറ്റൽ പണമിടപാട് സംവിധാനങ്ങൾ എന്നിവ സാധാരണക്കാരുടെ സാമ്പത്തിക ഇടപാടുകളിൽ തന്നെ വലിയ മാറ്റം സൃഷ്ടിച്ചു. 2020 ആരംഭിച്ച ഉൽപാദന ബന്ധിത പ്രോത്സാഹന പദ്ധതി വഴി ഇലക്ട്രോണിക്സ്, ഔഷധ നിർമ്മാണം, വാഹനങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ മേഖലകളിലെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ശ്രമം ശക്തമായി. ആഗോള വിതരണ ശൃംഖലകളിൽ ഇന്ത്യയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ആഭ്യന്തര നിക്ഷേപം ആകർഷിക്കാനും ഈ പദ്ധതികൾ ലക്ഷ്യമിടുന്നു. സർക്കാർ നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഉദാരവൽക്കരണത്തിലേക്കും തുടർന്ന് ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലേക്കും ഉൽപാദനാധിഷ്ഠിത വളർച്ചയിലേക്കുമുള്ള ഇന്ത്യയുടെ യാത്ര 8 പതിറ്റാണ്ടുകളുടെ വലിയ പരിവർത്തനത്തിന്റെ കഥയാണ്. തൊഴിൽ, വരുമാന അസമത്വം,
കാർഷിക മേഖലയിലെ വെല്ലുവിളികൾ, പണപ്പെരുപ്പം, പ്രാദേശിക വികസനത്തിലെ വ്യത്യാസങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇപ്പോഴും മുന്നിലുണ്ട്. എങ്കിലും സ്വാതന്ത്ര്യം നേടിയപ്പോൾ നേരിട്ടിരുന്ന സാമ്പത്തിക പരിമിതികളെ മറികടന്ന് ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ വളർന്നത് ശ്രദ്ധേയമായ നേട്ടമാണ്. സ്വാതന്ത്ര്യത്തിന്റെ 80ാം വാർഷികത്തിൽ കഴിഞ്ഞ 8 പതിറ്റാണ്ടുകളുടെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ വളർച്ചയുടെ അടിത്തറയായി മാറിയിരിക്കുന്നു. ആത്മനിർഭർ ഭാരതത്തിലേക്കും കൂടുതൽ ശക്തമായ സമ്പദ് വ്യവസ്ഥയിലേക്കുമുള്ള രാജ്യത്തിന്റെ അടുത്ത അധ്യായവും അത്ര തന്നെ നിർണായകമായിരിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.